സത്യമാ സത്യം സത്യമാ. സത്യം സത്യമായിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പരിപാടിയും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലൂടെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ആഴ്ചയിൽ 5 ദിവസത്തെ ആഴമേറിയ പഠനത്തിന് ശേഷം നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ദൈവസ്നേഹം ആസ്വദിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഈ പഠനം നിങ്ങളേറെ അനുഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഇന്നത്തെ ഈ പഠനവും ദയവായി ശ്രദ്ധിച്ചാലും. കർത്താവായ യേശു ക്രിസ്തുവിനെ മതത്തിൻ്റെയും ചില പ്രത്യേക സമൂഹങ്ങളുടെയും രാജ്യങ്ങളുടെയും ഒക്കെ ഭാഗമായി ചിത്രീകരിക്കുവാൻ മനുഷ്യർ സാധാരണ ശ്രമിക്കാറുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വൈദേശിക സ്വഭാവമുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറയുവാൻ ചിലർ ധൈര്യപ്പെടുന്നുമുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ടാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഏതെങ്കിലും മതത്തിൻ്റെയോ ഭാഷയുടെയോ രാജ്യത്തിൻ്റെയോ ആശയങ്ങളുടെയോ ചട്ടക്കൂട്ടിൽ കർത്താവായ യേശു ക്രിസ്തു ഒതുങ്ങി നിൽക്കുന്നവനല്ല. അവൻ ലോകത്തിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് വന്ന രക്ഷിതാവാണ് എന്ന് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ കെട്ടിപ്പൊക്കിയതായിട്ടുള്ള മതത്തിൻ്റെയും അങ്ങനെയുള്ള സാമൂഹ്യമായിരിക്കുന്ന ഐത്ത ആചാരങ്ങളുടെയും ഒക്കെ മതിൽക്കെട്ടുകളെ മറികടക്കുന്ന ഒരു യേശുവിനെയാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രത്യേക സംഭവമാണ് ഇന്ന് നമ്മളുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു ശമരിയ സ്ത്രീയുമായിട്ട് സന്ധിക്കുന്നതും അവളോട് കർത്താവായ യേശു ക്രിസ്തു താൻ ആരാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തി കൊടുക്കുന്നതുമായിട്ടുള്ള വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്. ആ വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും അവൻ യഹൂദിയ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവ് ഉണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരം ആയിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു 4-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭഭാഗത്ത് തൻ്റെ ശുശ്രൂഷ യഹൂദയിലാണ് നടത്തുന്നത്. യഹൂദയിൽ തന്നെയാണ് യോഹന്നാനും തൻ്റെ ശിഷ്യന്മാരും ശുശ്രൂഷകൾ ചെയ്തിരുന്നത്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ഉളവാക്കുന്നു എന്നും അധികം ആളുകളെ സ്നാനപ്പെടുത്തുന്നു എന്നും ഉള്ള കാര്യം പരീശന്മാർ അറിഞ്ഞു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ താൻ യഹൂദിയ വിട്ട് ഗലീലയ്ക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു എന്നാണ് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്. യഹൂദിയ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ തെക്കേ ഭാഗമാണ്. ശമരിയ എന്ന് പറയുന്നത് അതിൻ്റെ മധ്യഭാഗവും ഗലീല എന്ന് പറയുന്നത് അതിൻ്റെ വടക്കൻ ഭാഗവുമാണ്. കർത്താവായ യേശു ക്രിസ്തു കൂടുതൽ ശിഷ്യന്മാരെ ഉളവാക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു പരാതി യോഹന്നാൻ്റെ ചില ശിഷ്യന്മാർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ മുൻപ് എപ്പിസോഡുകളിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും യോഹന്നാനും തമ്മിൽ ഒരു മത്സരമുണ്ട് എന്നുള്ള കാര്യങ്ങളാക്കി തീർക്കുവാനായിട്ടുള്ള താല്പര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശത്രുക്കളായിരിക്കുന്ന പരീശന്മാർക്ക് ഉണ്ട്. അവർ അങ്ങനെ ഒരു അവസരം മുതലെടുക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ
കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായ സ്ഥലം വിട്ട് താൻ ഗലീലയ്ക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. തൻ്റെ സ്വന്തമായിരിക്കുന്ന പ്രസിദ്ധിക്ക് വേണ്ടിയോ പ്രാധാന്യത്തിന് വേണ്ടിയോ ആരോടും മത്സരിക്കുവാൻ കർത്താവ് ഒരിക്കലും തയ്യാറായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷകൾക്കായിട്ട് മറ്റുള്ളവർ ഒരുക്കിയതായ സ്ഥലങ്ങളിൽ അങ്ങനെ പറ്റിക്കൂടി നിൽക്കുന്നതായിട്ടുള്ള രീതികളും കർത്താവിന് ഉണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരും ഈ മാതൃക പിൻപറ്റുന്നത് നല്ലതാണ്. പലപ്പോഴും അനേകം ആളുകൾ ഒരുമിച്ച് നിന്ന് അവരുടെ പ്രവർത്തന സ്ഥലങ്ങൾ തമ്മിൽ മത്സരിച്ച് അവർക്ക് നിൽക്കാൻ പോലും ഇടമില്ലാത്ത രീതിയിലുള്ള ശുശ്രൂഷകളാണ് പലയിടങ്ങളിലും നടക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, വിശാലമായിരിക്കുന്നൊരു ലോകമാണ് ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നത്. ശുശ്രൂഷകൾക്ക് കൂടുതൽ സാധ്യതകളുള്ളതായിരിക്കുന്ന, അവസരങ്ങളുള്ളതായിരിക്കുന്ന, ആവശ്യമുള്ളതായിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു നിർദ്ദേശവും കൂടെ കർത്താവിൻ്റെ ഈ നീക്കത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു താൻ യഹൂദയിൽ നിന്ന് ഗലീലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയുടെ മധ്യേയാണ് കർത്താവായ യേശു ക്രിസ്തു ശമരിയിൽ കൂടി കടന്നു പോകുന്നത്. അവിടെ യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത്, അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന പാപികളെ അന്വേഷിച്ച് കടന്നു വന്നവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി മനുഷ്യർ വെച്ചതായിരിക്കുന്ന പ്രതിബന്ധങ്ങളും അവർ വെട്ടിയുയർത്തിയതായിട്ടുള്ള മതിൽക്കെട്ടുകളുമൊക്കെ മറികടക്കുന്നവനാണ് എന്ന കാര്യം ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനുഷ്യരെ വെച്ചിട്ടുള്ളതായിരിക്കുന്ന ജാതികളുടെ ചട്ടക്കൂടുകൾ, മതത്തിൻ്റെ ചട്ടക്കൂടുകൾ, സാമൂഹ്യമായിരിക്കുന്ന ഉച്ചനീചത്വങ്ങളുടെ ചട്ടക്കൂടുകൾ, അങ്ങനെയുള്ളതായിരിക്കുന്ന അനേക ചട്ടക്കൂടുകൾക്കുള്ളിൽ മനുഷ്യന് ദൈവത്തെ അറിയുവാൻ കഴിയാത്ത വിധം അവനെ ഇങ്ങനെ ഒതുക്കി നിർത്തുവാനായിട്ടാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള എല്ലാ ചട്ടക്കൂടുകളെയും ഇടിച്ചു കളഞ്ഞുകൊണ്ട് അതിനെയൊക്കെ പൊളിച്ചു മാറ്റി മനുഷ്യനെ അന്വേഷിച്ച് വന്നതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പാപികളെ തേടി എന്തു ദൂരവും സഞ്ചരിക്കുവാൻ താൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ശമരിയ എന്ന് പറയുന്നതായിട്ടുള്ള ആ സ്ഥലം യഹൂദന്മാർക്ക് വളരെ വിരോധമുള്ളതായിരിക്കുന്ന ഒരു സ്ഥലമാണ്. സാധാരണഗതിയിൽ ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി നീ ഒരു ശമര്യനാണ് എന്ന്, ശമര്യക്കാരനാണ് എന്നൊക്കെ യഹൂദന്മാർ പരിഹസിച്ച് പറയാറുണ്ട്. BC 720 വടക്കൻ സംസ്ഥാനമായിരുന്ന ഇസ്രയേൽ, ശമരിയ തലസ്ഥാനമായിരിക്കുന്ന ഇസ്രയേലിനെ അസീരിയൻ ഭരണാധിപനായിരുന്ന ഷാൽമനേസർ എന്ന് പറയുന്ന രാജാവ് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ആ അസീര്യക്കാരായിരിക്കുന്ന ആളുകളെ ശമരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കുറേ യഹൂദന്മാർ അവരുമായി മിശ്ര വിവാഹം ചെയ്യുകയും ചെയ്ത് ആ നിലയിൽ ഒരു സമ്മിശ്ര ജാതിയായി തീർന്ന ആളുകളാണ് ശമര്യക്കാർ. അങ്ങനെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമൂഹത്തിൻ്റെ വിശുദ്ധിയും ശുദ്ധിയും നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള ആളുകളാണ്, സമ്മിശ്ര ജാതിയായിട്ടുള്ള ആളുകളാണ്. അവരുടെ വിശ്വാസവും ആചാരവും ഒക്കെ പിന്നീട് വളരെ വ്യത്യാസപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും ഒന്നും അവർ സ്വീകരിച്ചിരുന്നില്ല, ആ പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമാണ് അവർ സ്വീകരിച്ചിരുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക അവർക്കുണ്ടായിരുന്നു. ആരാധനയ്ക്ക് വേണ്ടി യെരുശലേമിൽ വരുവാൻ അവരെ കൂട്ടാക്കിയില്ല. അങ്ങനെയുള്ള പ്രത്യേകതകൾ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണഗതിയിൽ യഹൂദന്മാർ യഹൂദയിൽ നിന്ന് ഗലീലയിലേക്ക് പോകുമ്പോൾ ശമര്യ വഴി പോകുന്നതാണ് എളുപ്പമെങ്കിലും ആ വഴി പോകാറില്ല. അവർ യോർദാൻ കടന്ന് ഇങ്ങനെ പോകാറുണ്ട്, അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ ആ ഭാഗത്തുകൂടെ വേണമെങ്കിൽ അവർക്ക് മുകളിലേക്ക് പോകാം. ശമര്യ ഒഴിവാക്കിയാണ് സാധാരണഗതിയിൽ യഹൂദന്മാർ ഗലീലയിലേക്ക് പോകുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത് അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതായിരിക്കുന്ന ആ നിർബന്ധം നമ്മൾ മുൻ വേദഭാഗങ്ങൾ വായിച്ചതുപോലെ സ്നേഹത്തിൻ്റെ നിർബന്ധമാണ്. കർത്താവായ യേശു ക്രിസ്തു പാപികളെ സ്നേഹിച്ച് അവരുടെ അടുക്കലേക്ക് പോകുവാൻ തക്കവണ്ണം തന്നെ നിർബന്ധിക്കുന്നവനാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജാതികളുടെ അതിർവരമ്പുകൾ ഇടിച്ചുകൊണ്ട് ശമരിയ എന്ന് പറയുന്നതായിട്ടുള്ള ആ ദേശത്തുകൂടെ പോകുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു തീരുമാനിച്ചു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ശമരിയയിൽ കൂടെ പോകുമ്പോൾ ശമരിയയിൽ താൻ ഒരു കിണറ്റിന് അരികെ വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യോസേപ്പിന് യാക്കോബ് കൊടുത്തതായിരിക്കുന്ന നിലത്തിന് അരികെയുള്ളതായിരിക്കുന്ന യാക്കോബിൻ്റെ കിണർ, അതിൻ്റെ അരികെ കർത്താവ് വന്നു. താൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് താൻ ആ കിണറ്റിൻ്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. യാക്കോബ് യോസേപ്പിന് കൊടുത്തതായിരിക്കുന്ന ഈ കിണർ ഇന്നും നമുക്ക് ഇസ്രയേലിൽ പോയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ആഴമുള്ളതായിരിക്കുന്ന
ഒരു കിണറാണ്. ഏകദേശം 100 അടിയോളം ആ കിണറിന് താഴ്ചയുണ്ട്. ഇന്ന് പോകുന്ന ആളുകളെ സാധാരണഗതിയിൽ അവിടെ കൊണ്ടുപോകാറുണ്ട്. നമുക്കത് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്നതായിട്ടുള്ള രാജ്യം ആരംഭിക്കുന്നത് യാക്കോബ് എന്ന് പറയുന്നതായിട്ടുള്ള ഇസ്രയേലിൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബിന് 12 മക്കളാണ്. ഇസ്രയേലിലെ 12 ഗോത്രങ്ങൾ. അതിലെ ഏറ്റവും കൂടുതൽ യാക്കോബ് സ്നേഹിച്ചതായിരിക്കുന്നയാളാണ് യോസേഫ്. യോസേഫിന് യാക്കോബ് കൊടുത്തതായിരിക്കുന്ന ആ സ്ഥലത്തിനടുത്താണ് ഈ കിണർ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞതോടുകൂടെ യോസേഫിനെ അറിയാൻ വയ്യാത്ത, യാക്കോബിനെ അറിയാൻ വയ്യാത്ത, യാക്കോബ് സേവിച്ചവനായിരിക്കുന്ന ദൈവത്തെ അറിയാൻ വയ്യാത്ത അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ ദേശം അധപ്പതിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കാലത്തൊക്കെ നല്ല പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതായിരിക്കുന്ന ആളുകൾ ഇന്ന് ആ പേരുകളൊക്കെ ഉപയോഗിക്കുന്നുവെങ്കിലും അവരുടെ മൂല്യങ്ങളും അവരുടെ വിശ്വാസവും അവരുടെ ജീവിതവും ഒക്കെ അവർ കൈവിട്ട് കളഞ്ഞു എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ പാരമ്പര്യത്തിൻ്റെ എല്ലാം അതിൻ്റെ ദൂഷ്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള ആ സമൂഹത്തിലേക്കാണ് കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ നടന്ന് അടുക്കുന്നത്. കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ താൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ള കാര്യമാണ് തൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു വെയിൽ കൊണ്ട് തളർന്ന് താൻ അവശനായിട്ട് ആ കിണറിൻ്റെ കരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർ ആഹാരം കൊള്ളാൻ പോയപ്പോൾ അവരോടുകൂടെ ഒരുമിച്ച് പോകാൻ ഒരുപക്ഷെ താൻ തീരുമാനിക്കാത്തതിൻ്റെ കാരണം താൻ അത്രത്തോളം ക്ഷീണിതനായി തീർന്നു എന്നുള്ളത് കൊണ്ടാണ്. സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തിലൊരു മനുഷ്യനായി തീർന്നപ്പോൾ ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് അവൻ നമ്മെപ്പോലെ മനുഷ്യത്വമുള്ള, പാപം ഒഴികെ നമ്മെപ്പോലെ മനുഷ്യത്വമുള്ള, ലോകത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ പേറുന്നതായിട്ടുള്ള ഒരു മനുഷ്യത്വമാണ് നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തത്. അങ്ങനെ താൻ ക്ഷീണിതനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു ശമര്യക്കാരത്തി സ്ത്രീ കർത്താവിൻ്റെ ഇരിക്കുന്നതായിട്ടുള്ള കിണറ്റിൻ്റെ അരികെ വന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ജാതിയുടേതായിരിക്കുന്ന ആ കോട്ട ഇടിച്ചു കളഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനമെന്ന് പറയുന്നത് വളരെ താണ ഒരു സ്ഥാനമാണ് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. സ്ത്രീകളോട് സംസാരിക്കുന്നത് കർത്താവായ യേശു സംസാരിക്കുന്നു എന്നുള്ള കാര്യം ശിഷ്യന്മാർക്ക് ആശ്ചര്യമായി തോന്നി എന്നുള്ള കാര്യം താഴെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്ത്രീകൾക്ക് അങ്ങനെയുള്ളൊരു പ്രാധാന്യം ആ സമൂഹത്തിൽ കൊടുത്തിരുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസം ദൈവത്തിൻ്റെ നോട്ടത്തിൽ മനുഷ്യനെ സംബന്ധിച്ചേ ഇല്ല. അവർക്ക് തുല്യമായിരിക്കുന്ന മൂല്യമാണ് കർത്താവ് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീയെ അന്വേഷിച്ചാണ് കർത്താവായ യേശുക്രിസ്തു ശമരി വഴി വന്നത് എന്നുള്ള കാര്യം ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിന് ശമരിയിൽ കൂടി പോകേണ്ടി വന്നതിൻ്റെ കാരണം അവിടെ കർത്താവുമായി സന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന, ജീവിതത്തിന് അർത്ഥം കാണുവാൻ, പ്രതീക്ഷ കാണുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ വന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അവൾ ശമരിയിലുള്ള നല്ല ഒരു സ്ത്രീയാണ് എന്നല്ല ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം 6 മണി നേരമായിരുന്നു എന്നാണ് ഈ സ്ത്രീ വന്ന സമയത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത്. 6 മണി നേരം റോമാക്കാരുടെ കണക്കനുസരിച്ച് പറയുമ്പോൾ 6 എന്ന് പറയുന്നത് രാവിലത്തെ സമയം 6 മുതൽ 6 വരെ. 6 മണി നേരം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ നട്ടുച്ച നേരത്താണ്. 12 മണി സമയം എന്ന് പറയാം. സാധാരണഗതിയിൽ സ്ത്രീകൾ വെള്ളം കോരാനായിട്ട് വരുന്നത് രാവിലെയും വൈകുന്നേരത്തുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ ഈ ഉച്ചയ്ക്ക് വെള്ളം കോരാനായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ, മറ്റുള്ള സ്ത്രീകൾ വരുന്ന സമയത്ത് വരുവാൻ തക്കവണ്ണം ധൈര്യമില്ലാത്ത, അവരുടെ നോട്ടം സഹിക്കുവാനായിട്ട് കരുത്തില്ലാത്ത, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ കുറ്റബോധം കൊണ്ട് തലകുനിഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ നട്ടുച്ച നേരത്തുള്ള സൂര്യൻ്റെ ചൂട് തന്നെ കാണുന്ന മറ്റുള്ളവരുടെ കൊണ്ട് നോട്ടത്തിൻ്റെ ചൂടിൻ്റെ അത്രയും ഇല്ലാത്തത് കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇരിക്കുന്ന ഈ കിണറ്റിൻ്റെ അരികത്തേക്ക് അവൾ ഈ 12 മണി നേരത്ത് നട്ടുച്ച നേരത്ത് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ സമൂഹത്താൽ അവഗണിക്കപ്പെട്ട, സമൂഹം നിന്നയോടുകൂടെ നോക്കുന്ന, പരിഹാസത്തോടെ നോക്കുന്ന, പാപിനി എന്ന് മുദ്രയടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ലോകവും സമൂഹവും നിങ്ങളെ എന്ത് പറഞ്ഞ് നിങ്ങളെ തരം താഴ്ത്തിയാലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രദ്ധ നിങ്ങളുടെ മേലുണ്ട് എന്ന കാര്യമാണ് ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമ്മെ അറിയിക്കുന്നത്.
അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള മതിൽക്കെട്ടുകളൊക്കെയും ഇടിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ സ്ത്രീയുമായിട്ട് സന്ധിക്കുവാൻ, അവളെ കാണുവാൻ, അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി തീരുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു വന്നിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നതായിരിക്കുന്ന ഈ സ്ത്രീയോട് കർത്താവ് വെള്ളം കുടിക്കാനായിട്ട് ചോദിച്ചു. യഹൂദന്മാർ ശമര്യക്കാരോട് വെള്ളം അങ്ങനെ വാങ്ങി കുടിക്കുകയില്ല. കാരണം ഒരേ പാത്രത്തിൽ നിന്ന് കുടിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ശമര്യർ ഉപയോഗിക്കുന്നതായ പാത്രത്തിൽ നിന്ന് കുടിക്കുക എന്ന് പറയുന്നത് യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവരെ അശുദ്ധമാക്കുന്നതായിട്ടുള്ള രീതിയാണ്. മാത്രമല്ല, ഒരു ശമര്യ സ്ത്രീ എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത്, ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുക എന്ന് പറയുന്നത് ഒരു യഹൂദനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയുന്നതായിട്ടുള്ള കാര്യമല്ല. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, സമൂഹം വച്ച് ഉണ്ടാക്കിയിരിക്കുന്ന, കെട്ടിപ്പൊക്കിയിരിക്കുന്നതായിട്ടുള്ള അവഗണനയുടെയും അങ്ങനെയുള്ള ബന്ധനങ്ങളുടെയും എല്ലാം മതിൽക്കെട്ടുകളെ കർത്താവായ യേശുക്രിസ്തു മറികടക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നമ്മളുടെ അടുക്കിലേക്ക് വരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മനസ്സാണ്. അവൻ നമ്മെ അന്വേഷിച്ച് വരുന്ന രക്ഷകനാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതി എത്ര നിരാശാജനകവും നിന്ദാകരവും ലജ്ജാകരവും പാപപങ്കുലവും പാപത്തിൻ്റെ ഭാരത്താൽ നിറഞ്ഞതുമാണ് എങ്കിലും നമ്മളുടെ അടുക്കിലേക്ക് നമ്മെ അന്വേഷിച്ച് വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനോട് വെള്ളം കുടിക്കാനായിട്ട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് എങ്ങനെയാണ് വെള്ളം ചോദിക്കാനായിട്ട് നിനക്ക് ധൈര്യം വന്നത്? കാരണം യഹൂദന്മാർ ശമര്യരും തമ്മിൽ ആ നിലയിലുള്ളതായിരിക്കുന്ന സംസർഗം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അതിന് പറഞ്ഞതായിരിക്കുന്ന മറുപടി യഥാർത്ഥത്തിൽ ഈ സ്ത്രീയുടെ പ്രശ്നത്തെ മാത്രമല്ല, സകല മനുഷ്യരുടെയും പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ പരിപാടിയാണ് ഈ പ്രസ്താവനയിലൂടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നത്. കർത്താവ് എന്തുകൊണ്ടാണ് അവളോട് വെള്ളം കുടിക്കാനായിട്ട് ചോദിച്ചത് എന്ന ഉള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ പ്രസ്താവന അതീവം ശ്രദ്ധേയമാണ്. കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ വെള്ളം ചോദിച്ചപ്പോൾ കർത്താവ് ഈ സ്ത്രീയോട് വിധേയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീയുടെ സഹായം കർത്താവിന് ആവശ്യമാണ് എന്നുള്ള നിലയിലാണ് കർത്താവ് അവളെ സമീപിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകുന്നതായുള്ള പ്രാധാന്യത്തെയാണ് അത് കാണിക്കുന്നത്. നമ്മെ ആവശ്യമുണ്ട്, ദൈവത്തിന് നമ്മെ കൂടാതെ കഴിയുകയില്ല എന്ന ഒരു ധാരണയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകാനായിട്ട് കഴിയുന്നത്. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്, സർവസമ്പൂർണനായിരിക്കുന്ന ദൈവത്തിന്, സകലതും തൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് നമ്മളുടെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ നമ്മെ ആവശ്യമുണ്ട് എന്നുള്ള നിലയിലാണ് കർത്താവ് നമ്മളെ സമീപിക്കുന്നത് എന്നുള്ളത് എത്രയോ ആശ്ചര്യകരമായ കാര്യമാണ്. അപ്പോൾ തനിക്ക് വെള്ളം ആവശ്യമായിരിക്കുന്നു എന്നുള്ള നിലയിൽ ആവശ്യബോധത്തോടുകൂടെ സമീപിക്കുന്നതായി ഈ സ്ത്രീയോട് കർത്താവ് പറഞ്ഞ പ്രസ്താവനയാണ്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ദാഹം, ജീവിതത്തിൻ്റെ ഭാരം, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ പരിപാടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ സ്ത്രീയോട് പറഞ്ഞതായിട്ടുള്ള പ്രസ്താവന. അവളോട് പറഞ്ഞു, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ജീവനുള്ള വെള്ളം എന്ന് പറയുന്നതായിട്ടുള്ള ആ പ്രസ്താവന ഒഴുക്കുള്ള വെള്ളം, ശുദ്ധജലം എന്നൊക്കെ അതിനെ പരിഭാഷപ്പെടുത്താനായിട്ട് സാധിക്കുമെങ്കിലും അതിന് യഥാർത്ഥമായിരിക്കുന്ന അർത്ഥമെന്ന് പറയുന്നത് ജീവൻ നൽകുന്നതായിട്ടുള്ള, ഒരിക്കലും ദാഹിക്കുവാൻ ആവശ്യമില്ലാതെ വണ്ണം മനുഷ്യൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന ദൈവത്തിൻ്റെ പ്രശ്നപരിഹാരം, അതാണ് ദൈവം നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നീ ദൈവത്തിൻ്റെ ദാനവും. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ളതായിരിക്കുന്ന മതങ്ങളും മനുഷ്യരും ഒക്കെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാനായിട്ടുള്ള യോഗ്യതയായിട്ട് മനുഷ്യരുടെ പ്രവൃത്തികളും അവരുടെ കൂദാശകളും അവരുടെ മതകർമ്മങ്ങളും അവരുടെ സൽപ്രവൃത്തികളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനടിസ്ഥാനമായിട്ട് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അത്ഭുതകരമായി പറയുന്ന പ്രസ്താവന എന്താണ് എന്ന് ചോദിച്ചാൽ,
ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള പ്രവേശനം, രക്ഷ, നിത്യമായ ജീവൻ, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവനാരെന്നും അറിഞ്ഞുവെങ്കിൽ. എൻ്റെ പ്രിയമുള്ളവരെ, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ച് രക്ഷ ലഭിക്കുവാനായിട്ട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കുന്ന മനുഷ്യനോട് ദൈവത്തിന് പറയാനായിട്ടുള്ളത്, ദൈവം നൽകുന്നതായിട്ടുള്ള രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കുവാൻ കഴിയുന്നതല്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ അടിസ്ഥാനപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ദാനമാണ്. അതുതന്നെയാണ് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. മനുഷ്യൻ്റെ രക്ഷ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, ദൈവത്തിൻ്റെ രാജ്യം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, ഇത് മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി അതിന് പ്രതിഫലമായി ദൈവം കൊടുക്കുന്ന കാര്യമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദാനമാണ്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അത് തന്നെയാണ് നാം വായിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ ദാനമോ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. ദൈവം നമ്മെ ദാനമായി, സൗജന്യമായി, പ്രവൃത്തികൾ കൂടാതെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അത് സകല മതത്തിൻ്റെയും പ്രഖ്യാപനത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന പ്രഖ്യാപനമാണ്. മനുഷ്യരെ പ്രവർത്തിച്ച് സൽപ്രവൃത്തികൾ കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ രക്ഷ സമ്പാദിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്, ദൈവം ദാനമായി, നീ ദൈവത്തിൻ്റെ ദാനം അറിഞ്ഞിരുന്നുവെങ്കിൽ ദൈവം ദാനമായി രക്ഷ മനുഷ്യർക്ക് നൽകുന്നു. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചെലവിലാണ്, നമ്മുടെ ചെലവിലല്ല. അതിന് ആവശ്യമായിരിക്കുന്നതൊക്കെയും കർത്താവായ യേശുക്രിസ്തു ചെയ്ത് തികച്ചു. അതുകൊണ്ട് ഇപ്പോൾ ദാനമായി ദൈവം മനുഷ്യർക്ക് രക്ഷ കൊടുക്കുന്നു. നീ ദൈവത്തിൻ്റെ ദാനവും നീ ദാനം അറിഞ്ഞിരുന്നുവെങ്കിൽ. ദാനമെന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ, പിന്നെയോ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിയണം. ഈ ദാനം ദൈവം ആരിൽ കൂടെയാണ് നൽകുന്നത് എന്നുള്ള കാര്യം നാം അറിയണം. കാരണം ഈ ദൈവത്തിൻ്റെ ദാനമായി രക്ഷ സമ്പാദിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയാണ് ദൈവത്തിൻ്റെ ഈ ദാനം നമുക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ നിത്യതയെ നിശ്ചയിക്കുന്നതായിട്ടുള്ള ആൾ. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മൾ നിത്യതയെ നിശ്ചയിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് നിത്യമായ ജീവനുണ്ട്. യേശുക്രിസ്തുവിനെ അറിയണം. യേശുക്രിസ്തുവിനെ അറിയുന്നവരായിട്ടുള്ള ആളുകൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു. ചോദിക്കുക എന്നുള്ളതായിരിക്കുന്ന ആ പ്രയോഗം വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള പ്രയോഗമാണ്. കർത്താവായ യേശുക്രിസ്തു ദാനമായി രക്ഷയെ നൽകുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ മരണ പുനരുത്ഥാനങ്ങളാൽ പാപത്തിന് ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തി രക്ഷകനായിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം. ഈ ദാനത്തിനായിട്ട് ദൈവത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ വിശ്വാസത്താൽ ഇത് സ്വീകരിക്കണം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കുവാനുള്ള കരങ്ങളാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്നുള്ള കരങ്ങളെ നാം നീട്ടുമ്പോൾ ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന രക്ഷ ദൈവം നമുക്ക് തരുന്നു. നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഇതിൻ്റെ പിന്നീടുള്ള പ്രസ്താവനകൾ പറയുമ്പോൾ ലോകത്തിലുള്ള വെള്ളവും ദൈവം നൽകുന്നതായിട്ടുള്ള ഈ നിത്യമായ ജീവനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. ലോകത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യർ നൽകുന്നതായിട്ടുള്ള എല്ലാ പരിപാടികളും ക്രമീകരണങ്ങളും അത് പിന്നെയും പിന്നെയും ആവർത്തിക്കേണ്ടതായിട്ടുള്ള, ദാഹം ശമിപ്പിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന വെള്ളമാണ്. അത് പിന്നെയും പിന്നെയും കുടിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നൽകുന്നതായിട്ടുള്ള വെള്ളം ജീവൻ്റെ ജലമാണ്, ജീവൻ ഉളവാക്കുന്നതായിട്ടുള്ള ജലമാണ്. പിന്നീട് കർത്താവ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും, അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള ആളുകളൊക്കെ തരുന്നതായിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് പാത്രത്തിൽ കോരിയ വെള്ളങ്ങളാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ജലം
ഒരു ഉറവയാണ്, അതൊരിക്കലും വറ്റിപ്പോകാത്തതാണ്, അതിന് അവസാനമുണ്ടാവുകയില്ല. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം പരിഹാരം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ഈ സ്ത്രീയോട് കർത്താവ് പറഞ്ഞതുപോലെ, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആര് എന്നും നീ ദൈവത്തിൻ്റെ ദാനവും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിച്ച് ജീവനുള്ള വെള്ളം, നിത്യമായി ശാന്തി തരുന്ന, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തുന്ന, അവൻ്റെ പാപത്തിന് നിത്യമായി പരിഹാരം വരുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ഈ നിത്യമായ ജീവൻ നിങ്ങൾ കർത്താവിനോട് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടോ? ദൈവം ദാനമായി നൽകുന്ന ഈ ദാനം വിശ്വാസത്താൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ കർത്താവ് നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അയക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനെ അവിടുന്ന് ഈ ലോകത്തിലേക്ക് അയച്ചു. എത്രയോ പ്രതിബന്ധങ്ങൾ തരണം ചെയ്താണ് അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഞങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യന് ദാനമായി നൽകുന്ന ഈ നിത്യമായിരിക്കുന്ന ജീവൻ, ഈ ജീവൻ്റെ ജലം കർത്താവെ ഞങ്ങളുടെ കേൾവിക്കാർക്ക് ഇന്ന് അങ്ങയോട് വാങ്ങിക്കുവാൻ, അങ്ങയോട് ചോദിച്ച് വിശ്വാസത്താൽ അത് പ്രാപിക്കുവാൻ അവരുടെ കണ്ണുകളെ, ഹൃദയത്തെ തുറക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹവും കടാക്ഷവും ഞങ്ങളുടെ മേൽ, എല്ലാവരുടെ മേലും അവിടുന്ന് വെക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ ഇന്നത്തെ ചോദ്യം: വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതൾ വിടർത്തും. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതൾ വിടർത്തും. ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കർത്താവായ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ സദാ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കുണ്ട്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ മാത്രം. നമുക്ക് വേണ്ടി തന്നെത്താൻ മറുവിലയായി തന്ന മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഈ മധ്യസ്ഥനിലൂടെ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതൾ വിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ഞങ്ങളുടെ വിലാസം: ലൈഫ് സൊല്യൂഷൻസ് മിനിസ്ട്രീസ്, ഫസ്റ്റ് ഫ്ലോർ, പള്ളിയാമ്പിൽ ബിൽഡിംഗ്, ബിഷപ്പ് ഹൗസിന് എതിർവശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, ചങ്ങനാശ്ശേരി 686-101, കേരളം. ഫോൺ 09744050787. ഇമെയിൽ life satyam@yahoo.co.in.